أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اسلك يدك في جيبك تخرج بيضاء من غير سوء واضمم إليك جناحك من الرهب فذلك برهانان من ربك إلى فرعون وملئه إنهم كانوا قوما فاسقين. قال رب إني قتلت منهم نفسا فأخاف أن يقتلون وأخي هارون هو أفصح مني لسانا فأرسله معي يرد أن يصدقني إني أخاف أن يكذبون. قال سنشد عضدك بأخيك ونجعل لكما سلطانا فلا يصلون إليكما بآياتنا أنتما ومن اتبعكما الغالبون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1314 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 28-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഖസസിലെ 32 മുതൽ 35 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ.ഐ. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉസ്ലുക് യദക ഫീ ജൈബിക തഖ്റുജ് ബൈളാഅ മിൻ ഗൈരി സൂء വൽമും ഇലൈക ജനാഹക മിനർ റഹ്ബ് ഫദാലിക ബുർഹാനാനി മിൻ റബ്ബിക ഇലാ ഫിർഔന വമലഇഹി إنهم كانوا قوما فاسقين. قال رب إني قتلت منهم نفسا فأخاف أن يقتلون وأخي هارون هو أفصح مني لسانا فأرسله معي يرد أن يصدقني إني أخاف أن يكذبون. قال سنشد عضدك بأخيك ونجعل لكما سلطانا فلا يصلون إليكما بآياتنا أنتما ومن اتبعكما الغالبون. صدق الله العلي العظيم. സൂറത്തുൽ ഖസസിലെ 32 മുതൽ 35 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. മൂസ അലൈഹിസ്സലാം മദിയനിൽ നിന്ന് ഏകദേശം 10 വർഷങ്ങൾ പിന്നിട്ട ഘട്ടത്തില് തന്റെ കൂട്ടുകുടുംബാദികളുടെ അടുക്കലേക്കായി ഈജിപ്തിലേക്ക് പുറപ്പെടുന്ന ആ ഘട്ടത്തിലാണ് വഴിമധ്യേ തൂർ പർവ്വതത്തിന് പരിസരത്ത് വെച്ച് ഒരു തീ കാണാനിടയാവുകയും അങ്ങോട്ട് ആകൃഷ്ടനായി അവിടെ പോയി വല്ല വിവരമൊക്കെ അന്വേഷിച്ച് വരാം, അതല്ലെങ്കിൽ ഒരു തീക്കൊള്ളിയെങ്കിലും സംഘടിപ്പിച്ചു വരാം എന്ന് കരുതി മൂസ അലൈഹി ഇസ്ലാം അങ്ങോട്ട് പോകുന്നത്. ആ ഘട്ടത്തിലാണ് തീ കാണാനിടയായ സ്ഥലത്ത് വെച്ച് മൂസ അലൈഹി ഇസ്ലാം ഒരു അശരീരി കേൾക്കാനിടയാവുന്നത്. അള്ളാഹു സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് മൂസ അലൈഹി ഇസ്ലാമിനെ ചില കാര്യങ്ങൾ കേൾപ്പിക്കുന്നതാണ് തുടർന്ന് നമ്മൾ കാണുകയുണ്ടായത്. മൂസ അലൈഹി ഇസ്ലാമിനോട് അള്ളാഹുവിടെ നിർദ്ദേശിക്കുകയുണ്ടായത് ഫിറൗന്റെയും അയാളെ പിന്തുണച്ചുകൊണ്ട് നിലകൊള്ളുന്ന അയാളുടെ നാട്ടുപ്രമാണിമാരുടെയും അടുക്കിലേക്ക് പോയി ഏകനായ പ്രപഞ്ച സ്രഷ്ടാവായ അള്ളാഹുവിന്റെ അടിമത്തത്തിലേക്ക് വരാൻ വേണ്ടി ആവശ്യപ്പെടാനാണ് അള്ളാഹു നിർദ്ദേശിക്കുകയുണ്ടായത്. ആ ഘട്ടത്തില് മൂസ അലൈഹി ഇസ്ലാമിന് അതിന് ധൈര്യവും ശക്തിയും ഒക്കെ പകരുന്ന വിധത്തിലുള്ള ചില കാര്യങ്ങളാണ് അള്ളാഹു ആ ദൗത്യം നിർവഹിക്കാൻ അദ്ദേഹത്തിനേറെ
ആശ്രയിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ചില ദൃഷ്ടാന്തങ്ങൾ, ചില ആയാത്തുകൾ, ചില മുഅ്ജിസാത്തുകളൊക്കെ നൽകുന്നത്. അതിന്റെ ഭാഗമായി തുടക്കത്തില് മൂസാ അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു തന്റെ കയ്യിലുണ്ടായിരുന്ന വടി താഴെയിടാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. വടി താഴെയിട്ട പാടെ അത് ഒരു അത്യുഗ്രൻ സർപ്പമായി മാറി. അത് കണ്ട് മൂസാ അലൈഹി ഇസ്ലാം പേടിച്ചു വിറച്ച് പിന്തിരിഞ്ഞ് ഓടാൻ തുടങ്ങി. അള്ളാഹു അദ്ദേഹത്തോട് ഓടാതെ നിൽക്കാനും അതുപോലെ മുന്നിട്ട് വരാനും തന്റെ അടുക്കിലേക്ക് മുന്നിട്ട് വരാനും ആവശ്യപ്പെടുകയാണ്. നീ ഭയപ്പെടേണ്ടതില്ല, നിനക്ക് ശാന്തിയും സമാധാനവും നിർഭയത്വവും ഒക്കെ അനുഭവിക്കാൻ സാധിക്കും എന്നാണ് അള്ളാഹു പറയുകയുണ്ടായത്. അതിനെ തുടർന്നാണ് ഞാൻ ഇന്ന് നിങ്ങളെ ഓതി കേൾപ്പിച്ചിട്ടുള്ള ആയാത്തുകൾ വരുന്നത്. അള്ളാഹു മറ്റൊരു നിർദ്ദേശം നൽകുകയാണ് ഈ ആയത്തുകളുടെ തുടക്കത്തിൽ. ഉസ്ലുക്ക് യദക ഫീ ജൈബിക, നിന്റെ കൈ നിന്റെ വലത് കൈ തന്നെ ആയിട്ട് പരിഗണിക്കപ്പെടാം. ഒന്നാമത് കൈ എന്ന് പറഞ്ഞാൽ തന്നെ അറബി ഭാഷയിൽ വലത് കൈയാണ് മുഖ്യമായ മിക്ക സന്ദർഭങ്ങളിലും ഉദ്ദേശിക്കപ്പെടുന്നത്. നിന്റെ കൈ നീ പ്രവേശിപ്പിക്കുക, നീ കടത്തുക. ഫീ ജൈബിക, നിന്റെ വസ്ത്രാന്തർഭാഗത്തേക്ക് എന്ന് പറഞ്ഞാൽ നിന്റെ നെഞ്ചിനോട് ചേർന്ന മുൻഭാഗത്ത് വസ്ത്രത്തിനുള്ളിലേക്കായിട്ട് നീ നിന്റെ കൈ പ്രവേശിപ്പിക്കുക. തഖ്റുജ് ബൈളാ, അത് നല്ല വെട്ടിത്തിളങ്ങുന്ന വിധത്തില് പുറത്തു വരും. മിൻ ഗൈരി സൂഇൻ, എന്തെങ്കിലും ദ്രോഹം ഉണ്ടായത് കൊണ്ടല്ല, എന്തെങ്കിലും രോഗമോ അതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടായത് കൊണ്ടോ കൈ പൊള്ളാൻ കാരണമാകുന്ന വിധത്തിലോ ഒന്നുമല്ല. മിൻ ഗൈരി സൂഇൻ, യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെ കൈ വെട്ടിത്തിളങ്ങുന്ന വിധത്തില് പുറത്തു വരും. വൽമും ഇലൈക ജനാഹക മിനർ റഹബ്, പിന്നെ നീ നിന്റെ രണ്ട് ജനാഹിനെയും രണ്ട് വശങ്ങളെയും അല്ലെങ്കിൽ നിന്റെ രണ്ട് കൈകളെയും നീ ചേർത്ത് പിടിക്കുക. വൽമും ഇലൈക, നിന്നിലേക്കായിട്ട് ചേർത്ത് പിടിക്കുക. ജനാഹക, ജനാഹ് എന്ന് പറഞ്ഞാല് ചിറക്, ഇവിടെ കൈയാണ് ഉദ്ദേശിക്കുന്നത്. ഇരു കൈകളും നീ നിന്നോട് ശരീരത്തോട് ചേർത്ത് പിടിക്കുക. മിനർ റഹബ്, ഭീതിയിൽ നിന്ന് മുക്തി നേടുന്നതിനാണ് അങ്ങനെ ചെയ്യാൻ വേണ്ടി പറയുന്നത്. ഭീതിയിൽ നിന്ന്, അധൈര്യത്തിൽ നിന്ന്, ഭയപ്പാടിൽ നിന്ന് മുക്തി നേടാൻ വേണ്ടി നീ ശരീരത്തോട് ചേർത്ത് പിടിക്കുക നിന്റെ കൈകള്. ഫദാനിക ബുർഹാനാനി മിർ റബ്ബിക, ഈ രണ്ട് സംഗതികളും നിന്റെ റബ്ബിൽ നിന്നുള്ള രണ്ട് തെളിവുകളാണ്. നീ അള്ളാഹുവിൽ നിന്ന് നിയുക്തനായ പ്രവാചകനാണ് എന്ന കാര്യം സമൂഹത്തോട് പറയുമ്പോൾ, വിശേഷിച്ച് ഫിറഔനോടും അയാളെ പിന്തുണച്ചുകൊണ്ട് നിലകൊള്ളുന്ന നാട്ടുപ്രമാണിമാരോടുമായിട്ട് പറയുമ്പോൾ നിനക്ക് ചില സാക്ഷ്യങ്ങൾ കാണിക്കാൻ വേണ്ടിയാണ് ഈ രണ്ട് സംഗതികൾ നൽകപ്പെട്ടിരിക്കുന്നത്. ഒന്ന്, നിന്റെ കയ്യിലുള്ള വടി തറയിലിട്ടപ്പോ ഒരു അത്യുഗ്രൻ സർപ്പമായിട്ടത് മാറി എന്നതാണ്. നിനക്ക് തന്നെ പേടി വന്നു, നീ ഭയപ്പെട്ട് പേടിച്ച് ഓടുകയായിരുന്നല്ലോ. അത് നിനക്കൊരു സാക്ഷ്യമാണ്, ഒരു ബുർഹാനാണ്. മറ്റൊന്ന്, നീ കൈ വസ്ത്രത്തിനകത്തേക്ക് കയറ്റി വെച്ച് പുറത്തെടുക്കുന്നതോടെ, അല്ലെങ്കിൽ കക്ഷത്തില് വെച്ച് പുറത്തെടുക്കുന്നതോടെ അത് വെട്ടിത്തിളങ്ങുന്ന ബൈലാ ആയിട്ട് മാറുന്നു. യാതൊരു ദ്രോഹവും അതിനെ ഏൽക്കുന്നില്ല. ഒരു ദ്രോഹവും ഏൽക്കാതെ തന്നെ കൈ വെട്ടിത്തിളങ്ങുന്നതായി, നിന്ന് കത്തുന്ന വിധത്തിലായി നിനക്ക് കാണാൻ സാധിക്കും. ഇത് രണ്ടും ഫദാനിക്ക എന്നതൊരു വളരെ അപൂർവമായി മാത്രം പ്രയോഗത്തിൽ വരുന്ന ഒരു എക്സ്പ്രഷനാണ് അറബിയില്. ഒരു ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺ ആണ്. രണ്ട് സംഗതികൾ എന്ന് കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന, ഒരുപക്ഷെ എനിക്കിത് ഖുർആനിൽ മാത്രമേ ഈ പ്രയോഗം കാണാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോ രണ്ട് എന്ന് കാണിക്കുന്ന ഒരു പ്രയോഗം, ഈ രണ്ട് സംഗതികളും എന്ന് പറയുന്ന ഒരു ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺ ആണ് അറബി ഭാഷയിലെ ഈ ദാനിക്ക എന്നത്. ദാനിക്ക, ഇവ രണ്ടും
ബുർഹാനാനി മിർ റബ്ബിക, നിന്റെ റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള ബുർഹാനുകളാണ്. ബുർഹാൻ എന്ന് പറഞ്ഞാൽ വിസ്മയിപ്പിക്കുന്ന വിധത്തിലുള്ള തെളിവ്, വളരെ ഗംഭീരമായ, ആളുകളുടെ ശ്രദ്ധ ഉടക്കി നിൽക്കുന്ന, ഒരിക്കലും നിഷേധിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള രണ്ട് തെളിവുകളാണ്. മിർ റബ്ബിക, നിന്റെ റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള രണ്ട് തെളിവുകളാണ്. എന്തിനാണ്? ഇലാ ഫിറഔന വ മലഇഹി, ഫറോവയുടെയും അയാളുടെ പ്രമാണിമാരുടെയും അടുക്കലേക്ക് നീ പോകുമ്പോ നിനക്ക് ആവശ്യമായ രണ്ട് ബുർഹാനുകളാണ് ഈ നൽകപ്പെട്ടിരിക്കുന്നത്. ഒന്ന്, വടി തറയിലിടുമ്പോഴേക്ക് പെട്ടെന്ന് അത്യുഗ്രൻ സർപ്പമായി മാറുന്നു. പിന്നീട് അത് വൈകാതെ തന്നെ ഫിറഔൻ തിരിച്ചറിയുന്നുണ്ട്. ഫിറഔൻ കൊണ്ടുവന്ന സാഹിറുകൾക്കൊന്നും തന്നെയും ഈ അത്യുഗ്രൻ സർപ്പത്തെ വിഴുങ്ങാനോ നിയന്ത്രണ വിധേയമാക്കാനോ നിഷ്പ്രഭമാക്കാനോ സാധിച്ചില്ല എന്നത് മൂസ അലൈഹി ഇസ്ലാമിന്റെ പ്രത്യേകമായ സാഹചര്യത്തിൽ ഇവിടെ തന്നെ, അല്ലെങ്കിൽ തൊട്ടു പിമ്പോ ഒക്കെ ആയിട്ട് മൂസ അലൈഹി ഇസ്ലാം പറയുന്ന ഒരു കാര്യം തന്നെ, ഞാൻ ആ സമൂഹത്തിൽപ്പെട്ട ഒരാളെ നേരത്തെ കൊന്നുപോയതാണ്, അതുകൊണ്ട് അവരെന്നെ പിടികൂടാനിടയുണ്ട് എന്നൊക്കെയുള്ള ആശങ്കയും ഭീതിയും ഒക്കെ മൂസ അലൈഹി ഇസ്ലാമിന് നന്നായി ഉണ്ടായിരുന്നു. പക്ഷെ അതിനൊക്കെ ഓവർകം ചെയ്യാൻ കഴിയുന്ന ഒരു അത്യുഗ്രൻ മോജിസത്താണ് മൂസ അലൈഹി ഇസ്ലാമിന് അള്ളാഹു നൽകിയിട്ടുള്ളത്. ഏത് ആളാണെങ്കിലും, നമ്മള് മലയാള സിനിമയിൽ ചിലപ്പോഴൊക്കെ കണ്ടിട്ടുണ്ടാവും, ഒരു രംഗത്ത് മലയാളം അറിയാത്ത ഒരാളായിട്ട് ഒരു പെണ്ണ് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ പെട്ടെന്ന് അവൾക്ക് മലയാളം അറിയാം, അവളുടെ മാതൃഭാഷ മലയാളമാണ് എന്നത് തെളിയിക്കുന്ന വിധത്തില് മറ്റൊരു നടൻ പെട്ടെന്ന് പാമ്പ് എന്ന് പറയുമ്പോ എവിടെ എന്ന് ചോദിച്ചു പോകുന്ന ഒരു രംഗം കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ ആരുടെയും മനസ്സില് അപ്രതിരോധ്യമായ വിധത്തിലുള്ള ഒരു ഭീതി ജനിപ്പിക്കുന്ന ഒരാശയമാണ് പാമ്പ്, സർപ്പം എന്ന്. പെട്ടെന്ന് ആരുടെയും റിയാക്ഷൻ ഒരിക്കലും തന്നെ കൂളായിട്ടാവില്ല, ഒന്ന് പേടിച്ച് വിറച്ചുകൊണ്ടാണ് ഉണ്ടാവുക. മൂസ അലൈഹി ഇസ്ലാം അസാധാരണമായ മെയ്ക്കരുത്തുണ്ടായിരുന്ന ആളായിരുന്നല്ലോ. ശാരീരിക പുഷ്ടിയും അതുപോലെ പേശീബലവും ഒക്കെ ഉണ്ടായിരുന്ന അതിശക്തനായ ഒരാളാണ്. ഒരു ഇടിയിട്ട് കൊടുത്തതോടുകൂടി തന്നെ ഒരാളങ്ങ് മരിച്ചു വീഴാനൊക്കെ കാരണമായ അത്രയും വലിയ ശാരീരിക ശേഷി ഉണ്ടായിരുന്ന ആളാണ്. എന്നിട്ട് പോലും അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം വടി തറയിലിട്ടതോടെ അതൊരു അത്യുഗ്രൻ സർപ്പമായി മാറുകയാണ്. മൂസ അലൈഹി ഇസ്ലാം പിന്നെ തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ പിന്തിരിഞ്ഞ് ഓടുകയാണ് ചെയ്യുന്നത്. അള്ളാഹു വിളിച്ചു വരുത്തിയിട്ട് തിരികെ കൊണ്ടുവന്നതാണ് മൂസ അലൈഹി ഇസ്ലാം. അപ്പോ ഈജിപ്തിലെ ഫിറൗന്റെ അധികാര കേന്ദ്രത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ അതും ഒരു കുറ്റവാളിയാണ്, എപ്പോ വേണമെങ്കിലും പിടിക്കപ്പെടാം, വധശിക്ഷക്ക് വിധേയനാക്കപ്പെടാം എന്നൊക്കെ സാധ്യതയുള്ള അവസ്ഥയിൽ മൂസ അലൈഹി ഇസ്ലാം ഈജിപ്തിലേക്ക് ചെല്ലുമ്പോ ഫിറൗൻ അയാളുടെ പ്രവൃത്തികളൊക്കെ എങ്ങനെയാണ് മൂസ അലൈഹി ഇസ്ലാമിനെ കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്നത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. മൂസ അലൈഹി ഇസ്ലാമിന് അത് സംബന്ധമായ നല്ല ആശങ്കകളുമുണ്ട്. ഈ ആശങ്കകളെ മറികടക്കാനും ഫിറൗനെ നിരായുധനാക്കാനും കഴിയുന്ന വിധത്തിലുള്ള ഒരു മൊയ്ജിസത്താണ് അള്ളാഹു ഇവിടെ മൂസ അലൈഹി ഇസ്ലാമിന് നൽകിയിട്ടുള്ളത്. വടി തറയിൽ അങ്ങ് ഇടുന്നതോടുകൂടി പെട്ടെന്നത് ഒരു ഉഗ്രൻ സർപ്പമായി മാറുന്നു. അതിനെ നേരിടാൻ സാധാരണഗതിയിൽ കഴിയാത്ത ഒരവസ്ഥ പ്രത്യക്ഷത്തിൽ കാഴ്ചയിൽ തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് അവയെ കൈകാര്യം ചെയ്യാൻ വേണ്ടി സാഹിറുകൾ അണിനിരത്താൻ ഫിറൗൻ മുതിരുകയുണ്ടായത്. എന്നാൽ സാഹിറുകൾക്ക് പോലും ഫിറൗന്റെ മുന്നില് മൂസ അലൈഹി ഇസ്ലാമിന്റെ ഈ പാമ്പിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. ആ പാമ്പിനെ നിഷ്പ്രഭമാക്കാനോ നിഷ്ക്രിയനാക്കാനോ കഴിയുന്നില്ല എന്നത് ഫിറൗനെ സംബന്ധിച്ചിടത്തോളം അത് വല്ലാത്ത ഞെട്ടലുണ്ടാക്കുന്ന, അദ്ദേഹത്തിന്റെ മൂസ അലൈഹി ഇസ്ലാമിനെതിരിലുള്ള നീക്കങ്ങള് സാധിക്കാത്ത വിധത്തില്, അങ്ങനെ ഒരു നീക്കത്തിനെ കുറിച്ച് ആലോചിക്കാൻ പോലും പറ്റാത്ത വിധത്തില് അയാളെ കെട്ടിയിട്ട പോലെ ആക്കുന്നുണ്ട്.
സാഹിറുകൾക്ക് പോലും നിയന്ത്രിക്കാൻ കഴിയുന്നില്ലല്ലോ ഈ സർപ്പത്തിനെ. അത് ഫിറഔൻ എന്തായാലും രാജാവാണ്, ആരാധ്യനാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അയാൾ ഒരു മനുഷ്യനാണ്. അയാൾക്ക് ഏതൊരാളിലും ഉണ്ടാകുന്ന തരം പേടി അയാളിലും ഉണ്ടാകും. സ്വാഭാവികമായിട്ടും ഇവിടെ മൂസ അലൈഹി ഇസ്ലാം പ്രകടമാക്കിയ ഈ സംഗതിയിൽ നിന്ന് തനിക്ക് എങ്ങനെ, തന്റെ കൂടെയുള്ളവർക്ക് എങ്ങനെ രക്ഷപ്പെടാനാകും എന്നൊരാലോചനയാണ് ആദ്യമായിട്ട് അയാൾക്ക് മനസ്സിൽ കടന്നു വരിക. മൂസ അലൈഹി ഇസ്ലാം പണ്ട് ഒരു കൊലപാതകം ചെയ്തിരുന്നു, അതിന് നടപടി എടുത്തു കളയാം, അവനിങ്ങോട്ട് വന്നതല്ലേ എന്ന നിലക്കൊന്നും ആലോചിക്കാൻ പോലും കഴിയുന്ന ഒരു അവസ്ഥയിൽ അല്ല എന്നതാണ് അതിന്റെ ഒരു പ്രത്യേകത. അപ്പൊ അള്ളാഹുവിടെ പറയുന്നത് നീ ഈ കാര്യവുമായിട്ട് ഫിറൗന്റെ അടുക്കലേക്ക് പോകണം എന്നതാണ്. അതിന് മുമ്പായി 2 ബുർഹാനുകൾ നൽകിയിരിക്കുകയാണ്. ഒന്ന്, പെട്ടെന്ന് ആരെയും വരട്ടാൻ, പേടിപ്പിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു അത്യുഗ്രൻ സർപ്പമായിട്ടാണ് തന്റെ കയ്യിലുള്ള വടി തറയിലിടുമ്പോ അത് മാറുന്നത്. രണ്ടാമത്തത്, കൈ കക്ഷത്തോ ശരീരത്തിനകത്തോ വെച്ച് പുറത്തെടുക്കുന്നതോടെ അത് വെട്ടിത്തിളങ്ങുന്നതായി, അതും പ്രത്യേകിച്ച് ഒരു ദ്രോഹവും കൈക്ക് സംഭവിക്കാതെ തന്നെ വെട്ടിത്തിളങ്ങുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നു. ഇത് രണ്ടുമായിട്ട് നീ പോകണം എന്നാണ് ഇവിടെ നിർദ്ദേശം. ഇലാ ഫിറഔന വ മലഇഹി, ഫിറൗന്റെയും പ്രമാണിമാരുടെയും അടുക്കലേക്ക് നീ ചെല്ലുമ്പോ നിനക്ക് പ്രയോജനപ്പെടുത്താനായിട്ടുള്ളതാണ് ഈ 2 ബുർഹാനുകൾ. കൈ വെട്ടിത്തിളങ്ങുന്നു എന്നത് മൂസ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്നത് ബോധ്യപ്പെടുത്തുന്ന വിധത്തിലുള്ള ഒരു അനുഭവമാണ് അവരെ സംബന്ധിച്ചിടത്തോളം. സർപ്പം, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ, ഫിറഔൻ മൂസ അലൈഹി ഇസ്ലാമിന് എതിരില് പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ പിടികൂടാനോ ദ്രോഹിക്കാനോ മുതിരാതിരിക്കാനുള്ള ഒരു വിരട്ടൽ കൂടിയാണ് എന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ ഈ 2 ബുർഹാനുമായിട്ട് പോകാനാണ് ഇവിടെ നിർദ്ദേശം. ഇന്നഹും കാനു ഖൗമൻ ഫാസിഖീൻ, അവര് ധിക്കാരികളായ, തന്തോന്നികളായ, അധർമ്മകാരികളായ ഒരു സമൂഹമാണ് എന്നാണ് അള്ളാഹു മൂസ അലൈഹി ഇസ്ലാമിനോട് ഫറോവയെയും അയാളുടെ പ്രവൃത്തികളെയും പരാമർശിച്ചുകൊണ്ട് പറയുന്നത്. ഫിറൗനും അയാളുടെ മലവും അയാളുടെ നാട്ടുപ്രമാണിമാരും അവര് ഫാസിഖുകളുടെ ഒരു സമൂഹമാണ്. പലപ്പോഴും ഞാൻ വിശദീകരിച്ചിട്ടുള്ള ഒരു വാക്കാണ് ഫാസിഖ് എന്നത്. മുത്തഖി എന്നതിന്റെ വിപരീത പദമാണ്. മുത്തഖി എന്നതില് ശ്രദ്ധയും സൂക്ഷ്മതയും വിനയവും എളിമയും ഒക്കെ ഉണ്ടെങ്കിൽ, ഫാസിഖ് എന്നതില് ധിക്കാരവും അഹന്തയും താൻപോരിമയും ഒക്കെയാണ് അടങ്ങിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഒരു കൂട്ടരാണ് ഇവര് എന്നാണ് അള്ളാഹു മൂസ അലൈഹി ഇസ്ലാമിനോട് പറയുന്നത്. ഫിറൗനെയും അയാളുടെ അധികാര സ്ഥാനങ്ങളെ താങ്ങി നിർത്തുന്ന ഈ പ്രമാണിമാരെയും പരാമർശിച്ചുകൊണ്ട് പറയുന്നത്. ഖാല, ആ ഘട്ടത്തില് മൂസ അലൈഹി ഇസ്ലാം പറഞ്ഞത് ഇങ്ങനെയാണ്: റബ്ബി ഇന്നി ഖതൽതു മിൻഹും നഫ്സൻ, പടച്ചവനെ, ഞാൻ അവരെ കൂട്ടത്തിൽ ഒരുത്തനെ കൊന്നുപോയതാണ് നേരത്തെ. ഫഅഖാഫു അൻ യഖ്തുലൂൻ, അപ്പൊ അവരെന്നെ പിടികൂടി കൊന്നുകളയും എന്നാണ് ഞാൻ ഭയപ്പെടുന്നത്. വർഷങ്ങൾക്ക് മുമ്പാണെങ്കിലും ഞാൻ ഇവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളെ കൊന്നുപോയതാണ്. ഇപ്പൊ ഞാൻ അവരുടെ അടുക്കലേക്ക് കടന്നു ചെല്ലുമ്പോ ഞാൻ ഭയപ്പെടുന്നത് അവരെന്നെ പിടികൂടി കഥ കഴിച്ചു കളയും എന്നതാണ്, എന്നെ കൊന്നുകളയും എന്നതാണ്. ഞാനിപ്പോ ഈജിപ്തിലേക്ക് മടങ്ങുന്നത് ഫിറോവിനെ കാണാനോ അയാളുടെ അധികാര സംവിധാനങ്ങളോട് ഏറ്റുമുട്ടാനോ ഒന്നും ആയിരുന്നില്ല. ഞാനും എന്റെ കുടുംബവും എന്റെ ആളുകളോടൊപ്പം ചെന്ന് ചേർന്ന് ശാന്തമായി സമാധാനത്തോടുകൂടി അവിടെ എവിടെയെങ്കിലുമൊക്കെ കഴിഞ്ഞുകൂടാം എന്ന ഉദ്ദേശത്തിലാണല്ലോ മൂസ അലൈഹി ഇസ്ലാമും കുടുംബവും ഈജിപ്തിലേക്ക് മടങ്ങുന്നത്. അപ്പോഴാണ് അള്ളാഹു തീർത്തും അപ്രതീക്ഷിതമായ അവസ്ഥയില് ഒരു അതിഭയങ്കരമായ ദൗത്യം അദ്ദേഹത്തെ ചുമതലപ്പെടുത്തുന്നത്. അതും ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും ധിക്കാരിയും അഹങ്കാരിയും ഒക്കെയായ, ഏറ്റവും സ്വേച്ഛാധിപതിയായിക്കൊണ്ട് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഭരണാധികാരിയുടെ അടുക്കലേക്ക് ആ കാര്യം നിർവഹിക്കാൻ വേണ്ടി മൂസ അലൈഹി ഇസ്ലാമിന്
കരുത്തു പകരാനാണ് അള്ളാഹുവിടെ രണ്ട് ദൃഷ്ടാന്തങ്ങൾ നൽകിയിരിക്കുന്നത്. ഒന്ന്, അദ്ദേഹത്തിന്റെ പ്രവാചകത്വം ബോധ്യപ്പെടുത്തുന്ന വിധത്തിലുള്ള വെട്ടിത്തിളങ്ങുന്ന അവസ്ഥ കൈക്ക് ഉണ്ടാവുക എന്നത്. കൈ അകത്ത് വെച്ച് പുറത്തെടുക്കുന്നതോടെ വെട്ടിത്തിളങ്ങിയതായിട്ട് മാറുന്നു, ഒരു ദ്രോഹവും ഇല്ലാത്ത വിധത്തിൽ തന്നെ. രണ്ടാമത്തത്, കയ്യിലുണ്ടായിരുന്ന വടി തറയിലിട്ട് കഴിയുമ്പോൾ അത് ഒരത്യുഗ്രൻ സർപ്പമായി മാറുന്നു എന്നത്. ഈ രണ്ട് സംഗതികൾ മതി നിനക്ക് ഫിറോവിന്റെ അടുക്കലേക്ക് കടന്നു ചെല്ലാൻ എന്നതാണ് അള്ളാഹു തീരുമാനിച്ചിരിക്കുന്ന കാര്യം. അപ്പോ ഭീതിയെ കുറിച്ച് പറഞ്ഞപ്പോ നേരത്തെ തന്നെ അള്ളാഹു പറയുകയുണ്ടായത് വലുമും ഇലൈക ജനാഹക മിനർ റഹബ് എന്നാണ്. നീ നിന്റെ ഇരു വശങ്ങളും ഇരു കൈകളും നിന്നിലേക്ക് തന്നെ ചേർത്ത് പിടിക്കുക, ഭീതി അകറ്റാൻ അതാണ് വേണ്ടത്. അള്ളാഹു ഒരു വലിയ പ്രായോഗിക തന്ത്രം പഠിപ്പിച്ചു കൊടുക്കുകയാണ് മൂസാ അലൈഹി സ്വലാം. ആരെങ്കിലുമൊക്കെ അത് ചെയ്തു നോക്കിയാൽ എത്രത്തോളം ഫലപ്രദമാണ് എന്നത് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരും. രണ്ട് കൈകളും ശരീരത്തിനോട് ചേർത്ത് പിടിക്കുക എന്നത് ഭീതി അകറ്റാൻ വലിയ ഭയപ്പാടുണ്ടാകുന്ന ഘട്ടങ്ങളിൽ നമ്മൾ മുട്ടുവിറച്ചു പോവാതിരിക്കാൻ ഉപകരിക്കുന്ന ഒരു സംഗതിയാണ് എന്നാണ് അള്ളാഹു ഇവിടെ പഠിപ്പിക്കുന്നത്. ഒരുപക്ഷെ രണ്ട് കൈകളും വലത് കൈ ഇടത് കക്ഷത്തിലും ഇടത് കൈ വലത് കക്ഷത്തിലുമായിട്ട് ചേർത്ത് പിടിച്ചാൽ ശരീരത്തില് ഭീതി കാരണമായുള്ള വിറയലും മുട്ടുവിറക്കലും അതുപോലെയുള്ള പ്രത്യക്ഷ ലക്ഷണങ്ങളൊക്കെ അങ്ങ് ഇല്ലാതെയാവും എന്നതായിരിക്കണം ഒന്ന്. ഇനി അതല്ലെങ്കിൽ തൂക്കിയിട്ട കൈകൾ തന്നെ ശരീരത്തിനോട് ചേർത്ത് പിടിച്ചാൽ ഭയപ്പാട് പ്രകടമാവാതെ അതിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കും എന്ന ഒരു പ്രായോഗിക തന്ത്രമാണ് അള്ളാഹു ഇവിടെ പഠിപ്പിക്കുന്നത് മൂസാ അലൈഹി സ്വലാം. എത്ര ധീരനായ ആളാണെങ്കിലും ആദർശ തലത്തില് എത്ര തന്നെ ബോധ്യം ഉള്ള ആളാണെങ്കിലും യാഥാർത്ഥ്യങ്ങളെ നേരിടുന്ന ഘട്ടങ്ങളിൽ വിറച്ചു പോകാനിടയുണ്ട്. ഭയപ്പാട് വല്ലാതെ കീഴടക്കാൻ സാധ്യതയുണ്ട്. മുട്ടുവിറച്ചു പോകാനും കാലിടറിപ്പോകാനും ഒക്കെ സാധ്യതയുണ്ട്. വെപ്രാളപ്പെട്ടു പോകാനൊക്കെ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള പല സാഹചര്യങ്ങളെയും തരണം ചെയ്യേണ്ടി വരുന്നവരാണ് നമ്മുടെ കാലഘട്ടത്തിൽ നമ്മുടെ സാഹചര്യത്തിലൊക്കെ ജീവിക്കുന്ന ഇസ്ലാമിക പ്രവർത്തന രംഗത്തുള്ള ആളുകൾ. അത്തരം ആളുകൾക്ക് മനസ്സിൽ കോറിയിടേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണിത്. ഭീതി കീഴടക്കുമെന്ന് തോന്നുന്ന ഘട്ടത്തിലെത്തിയാൽ ശരീരത്തിലേക്ക് ഇരു കൈകളെയും ചേർത്ത് പിടിക്കുക, അല്ലെങ്കിൽ കക്ഷത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ശരീരത്തെ അമർത്തി പിടിക്കുക. അങ്ങനെ ചെയ്താൽ പ്രകടമാവാത്ത വിധത്തില് ഭീതി അകന്നു പോകും എന്നാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. മൂസാ അലൈഹി ഇസ്ലാമിന് അള്ളാഹു നൽകിയ ഒരു നിർദ്ദേശം അതാണ്. വലുമും ഇലൈക ജനാഹക മിനർ റഹബ്. റഹബിൽ നിന്ന്, ഭീതിയിൽ നിന്ന് നിനക്ക് രക്ഷ കിട്ടാൻ വേണ്ടി നീ നിന്റെ കൈകളെ, പാർശ്വങ്ങളെ നിന്റെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിക്കുക. ഇതല്ലാത്ത രണ്ട് കാര്യങ്ങളാണ് നേരത്തെ പറഞ്ഞിട്ടുള്ളത് ബുർഹാനുകളായിട്ട്. ഇനി ഈ ബുർഹാനുമായിട്ട് പോകുമ്പോ ഫിറോവിന്റെ അടുക്കൽ അങ്ങ് എത്തുമ്പോഴേക്ക് ഇതൊക്കെ കണ്ട് മറന്നുപോയിട്ട് പേടി പിടികൂടാൻ സാധ്യതയുണ്ട്. രണ്ട് കാരണങ്ങളാൽ. ഒന്ന്, മൂസാ അലൈഹി സ്വലാം വളരെ അടിച്ചമർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽപ്പെട്ട ഒരാളാണല്ലോ. ആ സമൂഹത്തിന് വളരെ കാലമായിട്ട് ഈ ഭരണാധികാരിയും അയാളുടെ ആളുകളും അപരവൽക്കരിച്ചുകൊണ്ട്, പിശാചുവൽക്കരിച്ചുകൊണ്ട്, ഭീകരവാദികളും തീവ്രവാദികളും ഒക്കെ ആയിട്ട് ചിത്രീകരിച്ചുകൊണ്ട് എല്ലാവിധ തിന്മകളുടെയും ആളുകളായി താറടിച്ച് മുദ്ര കുത്തി ഒക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സമൂഹത്തില് ഒരു വരുന്ന ഒരാള് ഫിറോവിന്റെ അടുക്കൽ എത്തുമ്പോ ഈ മുഅ്ജിസാത്തുകളൊക്കെ അള്ളാഹ് നൽകി പറഞ്ഞയച്ചിട്ടുണ്ടെങ്കിൽ പോലും പെട്ടെന്ന് വിറച്ചു പോകാൻ സാധ്യതയുണ്ട്.
ഈ ഒരു സാധ്യതയെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അള്ളാഹുവിടെ മൂസ അലൈഹി ഇസ്ലാമിനോട് പറയുന്നത്, നീ പേടിക്കാൻ പാടില്ല, നിനക്ക് ഭയപ്പാട് പ്രകടമാകാൻ പാടില്ല. അതുകൊണ്ട് നിന്റെ കൈകളെ നീ ശരീരത്തിലേക്ക് ചേർത്ത് പിടിക്കണം. അങ്ങനെ ചെയ്താൽ നിനക്ക് ഭയത്തിൽ നിന്ന് മുക്തി കിട്ടും എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോ അതിനെ തുടർന്നാണ് മൂസ അലൈഹി ഇസ്ലാം തന്റെ വളരെ പരിതാപകരമായ സങ്കീർണമായ സാഹചര്യം അള്ളാഹുവുമായിട്ട് പങ്കുവെക്കുന്നത്. റബ്ബി നീ ഖതൽതു മിൻഹും നഫ്സ, പടച്ച തമ്പുരാന അവരിൽ ഒരാളെ ഞാൻ കൊന്നുപോയതാണ് നേരത്തെ. ഫഅഖാഫു അൻ യഖ്തുലൂൻ, അത് കാരണമായിട്ട് അവരെന്നെ പിടികൂടി കൊന്നുകളയുമെന്നാണ് ഞാൻ ഭയപ്പെടുന്നത്. എന്നിട്ട് പറയുന്നത് വഅഖി ഹാറൂനു ഹുവ അഫ്സഹു മിന്നി ലിസാന, ഇനി എന്റെ സഹോദരൻ, എന്റെ ജ്യേഷ്ഠ സഹോദരൻ ഹാറൂൻ എന്നെക്കാളും ഒക്കെ സംസാര വൈഭവമുള്ള ആളാണ്, വാചാലതയുള്ള ആളാണ്, നാവ് എന്നെക്കാളും ഒക്കെ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ആളാണ്. വഅഖി ഹാറൂനു ഹുവ അഫ്സഹു മിന്നി ലിസാന, നാവിന്റെ ഉപയോഗ കാര്യത്തില് എന്നെക്കാൾ സ്വതന്ത്രമായി അതുപോലെ വാചാലതയോടുകൂടി നാവിനെ ഉപയോഗിക്കാൻ കഴിയുന്നവനാണ് എന്റെ സഹോദരൻ ഹാറൂൻ. എനിക്ക് എത്രത്തോളം സംസാര വൈഭവം ഇല്ല, ഇതാണ് സൂചിപ്പിക്കുന്ന കാര്യം. ഫഅർസിൽഹു മഅയ്യരിദ് അൻ, അതുകൊണ്ട് എന്നെ ഉത്തരവാദിത്വം ഒഴിവാക്കി ഹാറൂനെ ഏൽപ്പിച്ചാൽ മതി എന്നല്ല പറയുന്നത്, മറിച്ച് ഫഅർസിൽഹു മഅയ്യരിദ് അൻ. നേരത്തെ അങ്ങനെയൊക്കെ മൂസ അലൈഹി ഇസ്ലാമിന് അഭിപ്രായം ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ പറയുന്ന അതല്ല, അദ്ദേഹത്തെ എനിക്ക് സഹായിയായിട്ട് കൂടെ അയക്കണം എന്നാണ് പറയുന്നത്. ഫഅർസിൽഹു, അദ്ദേഹത്തെ അയക്കണം, മഅയ്യ എന്നോടൊപ്പം, റിദ് ആ, ഒരു സഹായിയായിട്ട്, ഒരു പിന്തുണയായിട്ട്, ഒരു പിൻബലമായിട്ട് മൂസ അലൈഹി ഇസ്ലാം ആവശ്യപ്പെടുന്നത് സഹോദരൻ ഹാറൂനെ തന്റെ കൂടെ അയക്കണം. അദ്ദേഹത്തിന് കൂടുതൽ സംസാര വൈഭവമുണ്ട്, വാചാലതയുണ്ട്, നാവ് കൂടുതൽ സ്വതന്ത്രമായിട്ട് ചലിപ്പിക്കാൻ കഴിയുന്ന ആളാണ് അദ്ദേഹം. യുസദ്ദിഖുനി, എന്നെ സത്യപ്പെടുത്തി പിന്തുണച്ചുകൊണ്ട് നിലകൊള്ളാൻ ഹാറൂനെ, എന്റെ സഹോദരനെ അയക്കണമേ എന്നാണ് മൂസ അലൈഹി ഇസ്ലാം പറയുന്നത്. യുസദ്ദിഖുനി, അദ്ദേഹം എനിക്കൊരു സിദ്ദീഖായിട്ട് നിലകൊള്ളണം, എന്നെ സത്യപ്പെടുത്തുന്നവനായിട്ട്, എന്റെ ആശയങ്ങളെ, ഞാൻ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളെ പിന്തുണച്ചുകൊണ്ട് അതിന് പിൻബലം നൽകുന്ന ആളായിക്കൊണ്ട് നിലകൊള്ളുന്ന സിദ്ദീഖായിട്ട് അദ്ദേഹം നിലകൊള്ളുന്ന വിധത്തിൽ അദ്ദേഹത്തെ അയക്കും. ഇനി അഖാഫു അൻ യുകസ്സിബൂൻ, അവരൊക്കെയും തന്നെ എന്നെ കളവാക്കുമെന്നാണ് എന്റെ ഭീതി. ഫിറൗനും നാട്ടിലെ പ്രമാണിമാരും ഒക്കെ തന്നെ ഞാൻ ഇക്കാര്യം പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കയറി ചെന്നാൽ എന്നെ നിഷേധിച്ചു തള്ളും. അപ്പോ എന്നെ സത്യപ്പെടുത്താൻ ഒരാളെങ്കിലും ഉണ്ടാവണം. ഇതാണ് മൂസ അലൈഹിസ്സലാം അള്ളാഹുവിനോടായിട്ട് പറയുന്നത്. ഹാറൂൻ അലൈഹിസ്സലാം ഏതു വിധത്തില് മൂസ അലൈഹിസ്സലാമിന് പിൻബലമായോ അതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അദ്ദേഹത്തിന്റെ അടുത്ത അനുയായികൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവും അതുപോലെ അലി റളിയല്ലാഹു അൻഹുവും ഒക്കെ തന്നെ അദ്ദേഹത്തിനെ സത്യപ്പെടുത്തുന്നവരായിട്ട് നാട് മുഴുവനും, നാട്ടുകാരൊക്കെയും തന്നെ നിഷേധിച്ച ഘട്ടത്തില് അദ്ദേഹം പറയുന്നത് സത്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് കട്ട സപ്പോർട്ട് കൊടുക്കാൻ രംഗത്തുണ്ടായിരുന്നു എന്നതാണ് ചരിത്രം നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്ന കാര്യം. ആ വിധത്തിൽ പിൻബലമായിട്ട് ഒരാളെങ്കിലും സിദ്ദീഖായിട്ട് തന്റെ കൂടെ ഉണ്ടാവണം എന്നതാണ് മൂസ അലൈഹിസ്സലാം ഇവിടെ ആഗ്രഹിക്കുന്ന കാര്യം. കാരണം അവരൊക്കെയും എന്നെ കളവാക്കും. എല്ലാവരും കളവാക്കുക എന്നുള്ളത് പിന്നെ ഒരാളുടെ പ്രയത്നം ഒരു ഫലം ഉണ്ടായില്ല എന്ന് പറയുന്നതിന് തുല്യാവുമല്ലോ. ഒരാളൊരു കാര്യവുമായിട്ട് സംസാരിച്ചുകൊണ്ട് ഒരു സമൂഹത്തെ അഭിസംബോധന ചെയ്തു വരുമ്പോ ആളുകളെ മുഴുവനും പരിഹസിച്ച് തള്ളിക്കളയുകയും കളവാക്കുകയും ഒക്കെ ചെയ്താല് അത് വല്ലാത്ത ക്ഷീണമാണ്. എന്നാൽ കൂട്ടത്തിൽ ഒരാളെങ്കിലും, കുറച്ച് കരുത്തും സ്വാധീനമൊക്കെ ഉള്ള ഒരാളെങ്കിലും പിന്തുണക്കാനുണ്ടെങ്കിലോ അത് വലിയ മാറ്റം ഉണ്ടാക്കും, വലിയ വ്യത്യാസം ഉണ്ടാക്കും. അപ്പോ ഇന്നി അഖാഫു അൻ യുകദ്ദിബൂൻ എന്നാണ് ഇവിടെ
മൂസ അലൈഹി ഇസ്ലാം പറയുന്നു. അവരൊക്കെയും എന്നെ കളവാക്കി കളയും എന്നാണ് എന്റെ പേടി. അതുകൊണ്ട് എന്റെ സഹോദരൻ ഹാറൂനെ എന്നെ പിന്തുണക്കുന്നവനും സഹായിക്കുന്നവനും സത്യപ്പെടുത്തുന്നവനുമായിട്ട് നിശ്ചയിക്കണം എന്നാണ് അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്നത്. അള്ളാഹു പറയുന്നു അതിനെ തുടർന്ന്, സനശുദ്ധു അലുദക ബി അഖീക, മൂസ നിന്റെ കൈക്ക് ഞാൻ താങ്ങ് നൽകുന്നതാണ്, നിന്റെ കൈക്ക് കരുത്തു പകരുന്നതാണ്. ബി അഖീക, നിന്റെ സഹോദരനെ കൊണ്ട്. നിന്റെ സഹോദരനെ കൊണ്ട് നിന്റെ തോളെല്ലിന്, കൈക്ക് അല്ലെങ്കിൽ ഷോൾഡറിന്, അലുദ് എന്ന് പറഞ്ഞാൽ ഈ കൈയിന്റെ മുകൾ ഭാഗമാണ്, നിന്റെ അലുദിന് കരുത്ത് നൽകും, അതിനെ ശദീദാക്കും. എങ്ങനെയാണ്? ബി അഖീക, നിന്റെ സഹോദരന്റെ പിൻബലത്താൽ. നിന്റെ സഹോദരൻ നിന്നെ പിന്തുണക്കുന്നു എന്ന നിലക്ക് അതുവഴി നിനക്ക് നാം ശക്തിയും കരുത്തും പകരും. വനജഅലു ലകുമാ സുൽത്താന, നിങ്ങൾ ഇരുവർക്കും നാം വലിയ ഒരു കരുത്തും അധികാരവും പകരും. നിങ്ങൾ രണ്ടുപേരും അങ്ങ് എണീറ്റുന്ന് ഇവരോട് സംവദിക്കാൻ വേണ്ടി ചെന്നാൽ അത് തന്നെ നിങ്ങൾക്ക് വലിയ സുൽത്താനുള്ള അവസ്ഥയിലായിരിക്കും. വലിയ അധികാരമുള്ള, കരുത്തുള്ള, ദുർബലരായ ആളുകളായിട്ടല്ല, മറിച്ച് നല്ല കരുത്തും സ്വാധീനവും അധികാരവും ഉള്ളവരായിട്ടാണ് നിങ്ങൾക്ക് തല ഉയർത്തി നിൽക്കാൻ സാധിക്കും. ഫിറഔന്റെ മുന്നിൽ പോയി 4 ന്യായം പറയാൻ സാധിക്കുക എന്നത് തന്നെ ആ കാലഘട്ടത്തില് ഏറ്റവും വലിയ ജിഹാദായിട്ട് കാണേണ്ടി വരും. അപ്പൊ അതിന് നിങ്ങൾക്ക് കരുത്ത് പകരുന്ന വിധത്തില് രണ്ടു പേർക്കും നാം വലിയ ശക്തിയും സ്വാധീനവും പകർന്നു തരും എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. ഫലാ യസിലൂന ഇലൈക്കുമ, അപ്പൊ നിങ്ങൾ ഈ 2 പേർക്കും വലിയ സുൽത്താൻ നൽകി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നിങ്ങളിലേക്ക് എത്തിപ്പിടിക്കാൻ കഴിയില്ല. ഫലാ യസിലൂന ഇലൈക്കുമ, നിങ്ങൾ 2 പേരുടെയും അടുക്കലേക്ക് പാഞ്ഞടുക്കുവാൻ പിന്നെ അവർക്ക് സാധ്യമല്ല. ഇതാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. പ്രത്യക്ഷത്തിൽ തന്നെ മൂസ അലൈഹി ഇസ്ലാമിനോട് അങ്ങനെ ഭയമില്ലാതെ അടുക്കാൻ കഴിയാത്ത 2 കാരണങ്ങൾ മുന്നിലുണ്ട്. ഒന്ന്, പണ്ടൊരാളെ ഒരു ഇടിയിട്ട് കൊടുത്തതോടുകൂടി തന്നെ നിലത്ത് വീഴ്ത്തി കഴിഞ്ഞിട്ടുണ്ട്, മരിച്ചു വീഴാൻ കാരണമാക്കിയിട്ടുണ്ട്. അത് ആരിലും ഭീതി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. വെറുതെ ഒന്ന് തൊട്ടാൽ തന്നെ മരിച്ചു വീഴും ഒരു ഭീതി എല്ലാവരിലും അത് കൊണ്ടുണ്ടാവും. രണ്ടാമത്തെ ഒരു സംഗതി, ഇവിടെ മൂസ അലൈഹി ഇസ്ലാമിന് അള്ളാഹു നൽകിയിട്ടുള്ള മുഅ്ജിസാത്തുകൾ, അതിലേറ്റവും പ്രധാനപ്പെട്ട ഈ സർപ്പമാകുന്ന വടി നിലത്തിട്ടാൽ അത്യുഗ്രൻ സർപ്പമാകുന്നു എന്നത്. ഇത് കാരണമായിട്ട് തന്നെ മൂസ അലൈഹി ഇസ്ലാമിനെ നേരിടാൻ വേണ്ടി ഇവരങ്ങ് പാഞ്ഞെടുക്കുകയൊന്നുമില്ല. മൂസ അലൈഹി ഇസ്ലാമിനെ പിടിച്ച് റിമാൻഡിലാക്കി കളയാം എന്നൊന്നും അവർക്ക് പെട്ടെന്ന് ആലോചിക്കാൻ കഴിയില്ല. കാരണം ആർക്കും ഒരു നിലക്കും തടയാൻ കഴിയാത്ത വിധത്തിലായ അദ്ദേഹം എപ്പോ വേണമെങ്കിലും കയ്യിലുള്ള വടി അങ്ങ് തറയിലിട്ട് ഒരു അത്യുഗ്രൻ സർപ്പമാക്കി കളയും. അങ്ങനെ ആക്കിയാല് പിന്നെ ആരാണ് അയാളുടെ അടുക്കലേക്ക് അടുക്കുക? ഈ ഒരു അവസ്ഥ ഉണ്ടാവാൻ ഇടയുണ്ട്. അതുകൊണ്ട് അള്ളാഹു ഇവിടെ പറയുന്നത്, നിങ്ങൾ 2 പേർക്കുമായിട്ട് ഞാനൊരു സുൽത്താനെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അവർക്കൊന്നും നിങ്ങളെ അടുക്കലേക്ക് പാഞ്ഞടുക്കാൻ സാധിക്കുകയില്ല. ഫലാ യസിലൂന ഇലൈക്കുമ, നിങ്ങൾ ഇരുവരിലേക്കും അവർക്ക് എത്തിപ്പിടിക്കാൻ, കൈ നീട്ടാൻ കഴിയുകയില്ല. അതുകൊണ്ട് ബി ആയാത്തിന അൻതുമ വമനിത്തബഅകുമ, എന്ത് ചെയ്യണം? അൽ ഗാലിബൂൻ. അപ്പോ ഇവിടെ പറയുന്നത് ഫലാ വനജഅലു ലകുമാ സുൽത്താനൻ ഫലാ യസിലൂന ഇലൈക്കുമ. അപ്പൊ അവർക്ക് സാധ്യമല്ല നിന്റെ അടുക്കലേക്ക് കൈ നീട്ടാനും എത്തിപ്പിടിക്കാനൊന്നും, നിങ്ങൾ ഇരുവരുടെയും അടുക്കലേക്ക്. ബി ആയാത്തിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളുമായിട്ട്, നമ്മുടെ വിസ്മയകരമായ അത്ഭുത പ്രതിഭാസങ്ങളുമായിട്ടാണ് നിങ്ങൾ അവരുടെ അടുക്കലേക്ക് പോകേണ്ടിയിരിക്കുന്നത്. എങ്ങനെയാണ്? അൻതുമാ, നിങ്ങൾ 2 പേരും, വമനിത്തബഅകും അൽ ഗാലിബൂൻ, നിങ്ങൾ 2 പേരെയും പിൻപറ്റിയവരും വിജയികളാവുന്ന വിധത്തിൽ. നിങ്ങളായിരിക്കും വിജയികളാവുക, നിങ്ങൾ 2 പേരും, അതുപോലെ കൂടെയുള്ളവരും. നിങ്ങൾ 2 പേരെയും വിശ്വസിച്ചുകൊണ്ട്, നിങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട്
സത്യവിശ്വാസ മാർഗത്തിലേക്ക് വന്നിട്ടുള്ള ആളുകൾ, ഇവരെയും ആണ് ഗാലിബുകളായിട്ട്, വിജയിച്ച് മുന്നേറുന്നവരായിട്ട് അവരാണ് മാറുക എന്നാണ് അള്ളാഹു മൂസ അലൈഹി ഇസ്ലാമിന് കരുത്തു പകർന്നുകൊണ്ട് പറയുന്നത്. പേടിക്കുന്ന മൂസ, നീ ധൈര്യത്തിൽ പോയിക്കോളൂ, നിനക്കൊരു കരുത്തും അധികാരമൊക്കെ ഉണ്ടാകും. അവിടെ എത്തുമ്പോൾ നിന്റെ അടുക്കലേക്ക് പാഞ്ഞെടുക്കാൻ അവർക്ക് കഴിയില്ല. നീ കൊലപാതകം ചെയ്ത ആളാണെന്നോ വേറെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് നിന്നെ പിടികൂടാൻ, നിന്റെ അടുക്കലേക്ക് വരാൻ അവർക്ക് കഴിയില്ല. ഫലാ യസിലൂന ഇലൈകുമ, അവർക്ക് നിന്റെ അടുക്കിലേക്ക് അങ്ങ് പാഞ്ഞെടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ ഇരുവരും ഈ ദൃഷ്ടാന്തങ്ങളുമായിട്ട് പോവുക. നിങ്ങളും നിങ്ങളെ ഇരുവരെയും പിൻപറ്റിയവരും ആണ് ഗാലിബുകളാകാൻ പോകുന്നത്. മറ്റുള്ളവരെ അതിജയിച്ച് കീഴ്പ്പെടുത്തി പരാജയപ്പെടുത്തി വിജയികളായിട്ട് മുന്നേറാൻ പോകുന്നത് നിങ്ങളാണ്. അതുകൊണ്ട് ധീരമായിട്ട് മുന്നോട്ട് പോവുക എന്നാണ് അള്ളാഹു ഇവിടെ മൂസ അലൈഹി ഇസ്ലാമിന് നൽകുന്ന നിർദ്ദേശം. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്തുൽ ഖസസിലെ ഈ 32 മുതൽ 35 വരെയുള്ള ആയത്തുകളാണ് ഞാനിവിടെ നിങ്ങളെ കേൾപ്പിക്കുകയുണ്ടായത്. മൂസ അലൈഹി ഇസ്ലാമിനോട് പോകാൻ വേണ്ടി പറയുന്ന ഘട്ടത്തില് സൂറത്ത് ത്വാഹയിൽ അള്ളാഹു പറയുന്നത് ഇദ്ഹബ് ഇലാ ഫിറഔന ഇന്നഹു തഗാ എന്നാണ്. ഫിറൗന്റെ അടുക്കലേക്ക് പോകണം, അവൻ അടുത്ത ധിക്കാരിയായിരിക്കുന്നു എന്ന്. മറ്റൊരിടത്ത് സൂറത്ത് ശുഅറായില് വഇദ് നാദാ റബ്ബുക മൂസാനി ഇത്തിൽ ഖൗമൽ ളാലിമീൻ ഖൗമ ഫിറഔന എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വിവരണം കാണാൻ കഴിയും. മൂസായുടെ അടുക്കലേക്ക്, മൂസ അലൈഹി ഇസ്ലാമിനോട് അക്രമികളായ ഒരു കൂട്ടരുടെ അടുക്കലേക്ക് ചെല്ലാൻ വേണ്ടി നാം പറഞ്ഞ സന്ദർഭം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അള്ളാഹു ഈ കാര്യങ്ങളെ വേറെയും ചിലയിടങ്ങളിലൊക്കെ വിവരിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പൊ ഇവിടെ മൂസ അലൈഹി ഇസ്ലാമിന് പോയി ഫിറൗന്റെയും അദ്ദേഹത്തെ പിന്തുണച്ച് നിലകൊള്ളുന്ന പ്രമാണിമാരെയും നേരിടാൻ കഴിയുന്ന വിധത്തിലുള്ള കരുത്തും ശക്തിയും പകർന്നുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞയക്കുന്നത് എന്നതാണ് ഈ വിവരണം നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്ന കാര്യം. ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.